കേരള പോലീസ് ഡയറി ഫസ്റ്റത്തെ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കാം. കുക്ക് വിത്ത് ഫാമിന്റെ പരിപാടിയാണ്. ആ 50 നന്ദനത്തിലെ കൃഷ്ണനല്ലേ ഇയാളുണ്ട് ഇതില്? ആരാ വിളിക്കുന്ന? അയ്യോ അനുമോള്. ഇതൊക്കെ ഒന്നും വേറെ പണിയില്ലേ? എന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് വെറുപ്പിക്കുന്നത്? ഓഫ്, ഈ എറണാകുളത്തോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ ഒപ്പം വിളിക്കും. മൊത്തത്തിലെങ്കിലും പ്രശ്നം എടുക്കാൻ. അനുക്കുട്ടി, എന്താത് ഒരു വിവരം ഇല്ലാതെ നിന്റെ? എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട്? അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതല്ലേ? എനിക്ക് തോന്നി നീ ഇപ്പൊ വിളിച്ചപ്പോ ഫേസ്ബുക്കിലെ പോസ്റ്റ് താജ്മഹലിന്റെ മുന്നിൽ ഒന്നും നോക്കിയില്ല. കഴിഞ്ഞ ആഴ്ച പോയതാ. ഇപ്പഴാ ഇടാൻ സമയം കിട്ടിയേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്തൊക്കെയാ പിന്നെ വിശേഷം? സുഹൃത്തേട്ടൻ സ്റ്റുഡിയോ പോയി. ഞാനിവിടെ എന്ത് ബീട്രൂട്ടിന്റെ ഉപ്പേരിയൊക്കെ മുറിക്കും കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഉപ്പേരിക്ക് ഇവിടെ ഇപ്പൊ എന്നും ബീട്രൂട്ടാ. ഇത് ബീട്രൂട്ട് കഴിച്ചാലേ സൗന്ദര്യം കൂടും. ഇന്നലെ ബീട്രൂട്ടിന്റെ സാമ്പാറായിരുന്നു, മിഞ്ഞാന്ന് ബീട്രൂട്ടിന്റെ പച്ചടി, ഇന്ന് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. നീയും കഴിച്ചോട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എന്റെ മോളെ സാരി കൊടുത്തിട്ട് നിന്നെ കാണാൻ എന്ത് ഭംഗിയാടേ, നല്ല രസമുണ്ട്. നീ മെലിഞ്ഞുണ്ടല്ലോ, നീ ഡയറ്റ് ഉണ്ടോ? ഇല്ല, എന്തോ ഉണ്ട്, ഷുഗർ കട്ടായിരിക്കും. എന്ത് രസാ. ഇനി ഈ ബീട്രൂട്ടും കൂടെ ഉപയോഗിച്ചിട്ട് നീ നന്ന് കളറും കൂടെ വെച്ചാണ്ടല്ലോ, പിന്നെ നിന്നെ പിടിച്ച കിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട് സത്യമായിട്ട്. ഞാൻ നുണ പറയുവോ? എന്നാ ശരിയടി, പിന്നെ വിളിക്കാം. ചിലപ്പോ സുഹൃത്തായിട്ട് ഊണ് കഴിക്കാൻ വരും. ഓക്കെ, നീ മെയിൻറ്റെയിൻ ചെയ്തോട്ടോ. എക്സസൈസ് ഒക്കെ ചെയ്യ്, തടിയൊക്കെ കുറയ്ക്ക്. ഇപ്പൊ തന്നെ ഒരു 10-17 വയസ്സ് കുറഞ്ഞോളൂ. ശരിയെന്നാ. അനുമോള് പേര് കേട്ടാ വിചാരിക്കും നിങ്ങളൊക്കെ ഇതോ ചെറിയ കുട്ടിയാ, 10-17 വയസ്സുള്ള കുട്ടിയാണ്. 40-45 വയസ്സുള്ള തള്ളയാ. പേരിൽ മാത്രമേ ഉള്ളൂ അനുമോളെന്ന്. ഇവിടെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഭർത്താവ്, നാട്ടിൽ മൊത്തം ഇവള് പറയാ ഭർത്താവ് മേജറാണ്, ഞാൻ നേഴ്സാണ്. മേജറിന്റെ സ്പെല്ലിങ് പോലും അയാൾക്ക് അറിയില്ല. അയാൾ അവിടെ അരിവെപ്പായിരുന്നു. ഇവളിവിടെ പറയുമ്പോ പറയും എന്റെ ഹസ്ബൻഡ് മേജറാണ്, ഞാൻ നേഴ്സാണെന്ന്. ഒരു സൂചി വെക്കാൻ പോലും ഓർക്കറിയില്ല. അയാൾക്ക് അവിടെ അരിവെപ്പായിരുന്നു. മാത്രമല്ല, അയാൾക്ക് പേടിത്തോണ്ട് 1 വർഷം 2 വർഷം അങ്ങനെ സർവീസൊക്കെ ഉള്ളൂ. ഇങ്ങ് പോകുന്നത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയെന്ന് മാത്രം. പിന്നെ തടി കുറച്ച് പറഞ്ഞപ്പോണ്ടല്ലോ, അന്ന് ആകാശം വരെ പൊന്തി ആനയുടെ സാരി ഉടുപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. അതങ്ങ് പൊങ്ങിക്കോട്ടെ ഞാനങ്ങ് പറഞ്ഞതാ. എന്റെ ഈശ്വര, തടിയൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല, ഒരു രസവുമില്ല കാണാന്. കുറച്ച് കറുത്തിട്ട് ആകെ കൂടെ കാണാൻ എന്താ പറയാ, ഒരുമാതിരി. ഇവക്കൊക്കെ ഇല്ലേ എന്നോട് കുറച്ച് അസൂയ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓളൊന്ന് സന്തോഷിച്ചോട്ടേ വെച്ചിട്ട് പറഞ്ഞത്. ഇവക്ക് മാത്രമല്ല, അവൾ അമ്മായിമ്മ ഉണ്ടല്ലോ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാല് സത്യം പറയാലോ, ഞാൻ ഇത്തിരി സൗന്ദര്യം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പം അവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ, സുഹൃത്തായിട്ട് ബന്ധുക്കാരൊക്കെ ചോദിച്ചെന്താണെന്നറിയോ, സുജിത്ത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് സിനിമാ നടീനെയാണോന്ന്. അത്രയ്ക്ക് ഭംഗിയാ. ഈ തറ്റം വരെ പനങ്കൊല പോലത്തെ മുടിയിരുന്നു, ഇങ്ങനെ പിടിച്ചാ കിട്ടില്ല. ഇങ്ങനെയാ മുടി മൊത്തം. എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ വേണ്ടി തല കുനിക്കുമ്പോഴേക്ക് മുടി ഇങ്ങോട്ട് താഴേക്ക് വീഴും. ശല്യായിരുന്നു. വെട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചതാ. അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു. തൊട്ടവിടെ ചോര പൊടിയും. അത്രയ്ക്ക് കളറും. സത്യം പറയാലോ, ഒരു സിനിമാ നടിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവളുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ ചോദിക്കായിരുന്നു. എല്ലാവരോടും പറയും. ഏട്ടന്റെ അമ്മയും അതെ, അച്ഛനും പറയും, ഞങ്ങള് അറേഞ്ച് മാരേജ് ആണ്, ലവ് മാരേജ് ഒന്നല്ല, നമ്മൾ ജാതകമൊക്കെ നോക്കി കല്യാണം കഴിച്ചതാണ്, അല്ലാണ്ട് സിനിമാ നടിയെ കൊണ്ടൊന്നൊന്നുമല്ല. അതിൽ ഇവളമ്മ വന്നു കഴിഞ്ഞാൽ ഒരു കുശുമ്പൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഒരു നോട്ടം, ഞാനൊരു നോട്ടം ഇങ്ങനെ നോക്കി നോക്കി ഞാൻ അതെങ്ങനെയായിപ്പോയി. കണ്ടില്ലേ, കുശുമ്പത്തരം, അസൂയ, എല്ലാം വേറെ. കൂടോത്രോ എന്തോ ചെയ്തിട്ടുണ്ട്, കണ്ണേറും ഇതൊക്കെ തട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അതിൻ്റെ ഒരു കുറച്ച് വെക്കമുണ്ട്. ഇവളും എന്നെ കണ്ണു വെക്കുക. എപ്പോ കണ്ടാലും മുടിയിലെന്താ ചെയ്യണേ, എന്താ തേക്കുന്നേ. ഇപ്പൊ കണ്ടില്ല, എന്റെ മുടിയെല്ലാം കൂടെ കോഴികാലും പോലെ ആയിപ്പോയി. സൗന്ദര്യം എല്ലാം പോയി. ഞാനിപ്പോ ഒരു മുരിങ്ങാക്കോലും പോലെ ആയി. എല്ലാത്തിനും കാരണം ഇവരുടെയൊക്കെ കണ്ണേറും കുശുമ്പത്തരും ഒക്കെയാ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ. ഇനിയിപ്പോ ബീട്രൂട്ടൊക്കെ കഴിച്ച് സൗന്ദര്യം വരുമോ എന്ന് നോക്കണം.
പോയതിനെ തിരിച്ചു കിട്ടുമോന്ന് അറിയില്ല. അയ്യോ മറന്നുപോയി, നമ്മുടെ കുക്ക് എഫിന്റെ കേരള പോലീസ് ഡയറി കാണണ്ടേ? ഹലോ 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 ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കേട്ടു എന്നാ തോന്നുന്നത്. എല്ലാം കേട്ടു. വീണേ, അനക്കുള്ള പണി ഞാൻ തരും കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച നോക്കിയിരുന്നു ഈ തള്ളല്ലേ. എന്നെക്കാട്ടും 8-10 വയസ്സ് മൂപ്പിലിടെ എനിക്ക് എന്നിട്ട് ഞാൻ തള്ളല്ലേ. എനിക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ടടി.